ഇപ്പൊ അവസാനം ആ എസ് ഐ നമ്മളെ ചങ്കി കയറി പിടിക്കും. ഇതൊക്കെ ഞാൻ അപ്പളെ പറഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കൂല, ഇതിനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. എടാ ഈ ചങ്ക് കൊല്ലണ ഭർത്താനം പറയല്ലേ. മൊയ്തൂക്ക് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വരുമ്പോ സിനിമാ നടികളുടെ ഡാൻസ് ആണെങ്കിലുണ്ടല്ലോ പൂരപ്പറമ്പിലുള്ള പോലെ ആളുണ്ടായതിനും കൂടെ. അതിനാണോ നമ്മൾ ഈ ലഹരി വിരുദ്ധ പരിപാടി നടത്തുന്നത്? ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിട്ടല്ലേ. ഇതിപ്പോ എത്ര വീടായി കയറണം, ആരെങ്കിലും ഒരുത്തം വരണണ്ടാ? നടന്നു കിടന്ന് മനുഷ്യൻ വെയിൽ കൊണ്ട് ചാകാറേ. നമുക്കൊരു പണിതല്ലോ, നമുക്ക് ആ മന്മഥന്റെ മണ്ടുവിന്റെ വീട്ടിൽ കയറിയാലോ? അവനൊന്നും വരൂല ഇതൊക്കെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. രണ്ടാളെ കിട്ടിയ രണ്ടാളായില്ലേ? നോക്കണമെങ്കിൽ നോക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ കൊറേരായില്ലേ അടിയാ. എല്ലാം നശിപ്പിച്ചില്ലേ? ആരും ഇല്ല, അവിടെ വായിലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. മണ്ടോ എന്ത് പറ്റി? മണ്ടോ എന്തിരിക്കും നിലവിളിക്കണേ? മന്മഥൻ തല്ലിയ പിന്നെന്താ പറയ്? നമ്മളെ മുരളിന്റെ ഭാര്യയോ? പാതിരക്കാലത്തിലെ പുഷ്പ സീരിയല്ലേ? സീരിയലിന്റെ കഥ കേട്ടിട്ടൊക്കെ അറിയണേ. എന്തൊരാളാണ്. അല്ല ക്ലാസ്സിന് വരുന്നില്ലേ? നമ്മുടെ ശീതളൻ സാർ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിന്റെ. എനിക്ക് നല്ല ബോധമുണ്ട്, ഇനി ബോധവൽക്കരണമൊന്നും വേണ്ട. അല്ല അത് അങ്ങനെയല്ലത്. ഇത് നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ്സാ. അപ്പൊ അതിലെല്ലാ മാതാപിതാക്കളും പങ്കെടുക്കണം. എന്റെ മൊയ്തുക്ക, ആകെ ഒരു ഞായറാഴ്ചയാണ് എനിക്ക് ലീവ് കിട്ടണേ. അന്നാണ് ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നത്. ഇന്നാണെങ്കിൽ പാതിരാക്കാലത്തിന്റെ കഴിഞ്ഞുപോയ എപ്പിസോഡ് മുഴുവൻ കാണിക്കുന്നുണ്ട്. എനിക്കത് കാണണം. അല്ല മണ്ടു, ഇത് 1 മണിക്കൂറേ ക്ലാസ് ഉള്ളു, അത് കഴിഞ്ഞിട്ട് വന്ന് കാണാലോ. അപ്പോഴേക്കും അത് തീർന്നു പോകും. അല്ല ചായം വടയൊക്കെ ഉണ്ട്. ചായം വട, ബിരിയാണി ഉണ്ടോ? ബിരിയാണി അടുത്ത ക്ലാസ്സിന് ബിരിയാണി എന്നാ പറഞ്ഞത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ട് ഞാൻ. പക്ഷെ ഇതിന് വന്നാലേ അടുത്തേല് വിളിക്കുള്ളൂ. അങ്ങനെ അല്ല ഈ മന്മഥനെ വിളിക്ക്, നിങ്ങൾ രണ്ടാളും കൂടി പോരി. എന്തായാലും നല്ലതാ. ഇത് എന്താണെന്നറിയോ, കുട്ടികൾ കംപ്ലീറ്റ് വഴിതെറ്റി പോവല്ലോ ദുനിയാവില്. ഇപ്പൊ ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് കഞ്ചാവ് വലിച്ചു തുടങ്ങണല്ലേ. പിന്നെ എന്തായാലും എന്റെ മോൻ അങ്ങനത്തെ ആളല്ല. അവന് സ്കൂള് വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്. ബാക്കി സമയം ഞങ്ങൾ പറയണ കേട്ട് ഇവിടെ ഇരുന്നോളൂ. അല്ല നിങ്ങളെ മോൻ കേടുന്നല്ല പറയണേ. ഈ കേടായ കുട്ടികളെ കൂടെ അവൻ കൂട്ടുകൂടിയാ അവൻ ചീത്തയില്ലേ? ആദ്യമേ അവരെ പോയി നന്നാക്കുക, എന്നിട്ട്. അതെ മണ്ടു, ഇപ്പോഴത്തെ ഇത് ഉപയോഗിക്കുന്ന പിള്ളേരെ കണ്ട മര്യാദക്കാരാണെന്നേ തോന്നുള്ളൂ. ഒരു ശല്യത്തിന് നിൽക്കൂല ഇവര്, പെരക്കാതൊന്ന് പുറത്തിറങ്ങിയില്ല. അല്ല നിങ്ങൾ എന്താ പറഞ്ഞു തന്നെ എന്റെ മോൻ ചീത്തയാണ്? അങ്ങനെയല്ല, ഇതെന്താ സംഭവം ഉള്ളത് അറിയാലോ. ഒരു 10 ആൾക്കാരെങ്കിലും മീറ്റിങ്ങിന് കിട്ടിയില്ലെങ്കിൽ എസ് ഐ നമ്മളെ ചവിട്ടി കൂട്ടിക്കാണോ? അത് പറ, 10 ആൾക്കാരെ വേണം. അതിന് പറ്റിയ ആൾക്കാർ ആ പറമ്പിലിരിപ്പുണ്ട്. എവിടെ? ഒരു 2-3 പേരുണ്ടാവും. മിക്കവാറും ഇപ്പൊ അവര് ലഹരി വിരുദ്ധത്തെ പറ്റി ആയിരിക്കും ചർച്ച ചെയ്യണത്. ആലുവമാണ് പുറത്തുണ്ടൊരു മത്തേൻ തെയ്യും തെയ്യുണ്ട്. മട്ട പൂത്തതും കാവറുത്തതും നെയ്യപ്പൻ ചുട്ടതും നെയ്യിൽ പൊരിച്ചതും കൂട്ടാൻ വെച്ചത് നീ അറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ സെബിയമ്മ. ഞാൻ പോലും പാടിയ ലഹരി ബോധവൽക്കരണം നടത്താൻ പറ്റിയ സ്ഥല. അതെ, ഈ ജാതി മുതലുകളാണ് ഇതിന് പറ്റിയത്. പറഞ്ഞാ വരെയും ചെയ്യും. എന്താ കള്ളുടിയാണല്ലേ? ചായ കുടിച്ചോണ്ടിരിക്കുക. അതെ, ഞമ്മക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ പെഗ് തരാം, അത് 2 രൂപ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയും. അതല്ല, ഒരു ക്ലാസ്സിൽ കുത്തിരിക്കാൻ പറ്റുമോ? ഒരു 3 ക്ലാസ് ക്ലാസ്, മറ്റേ ക്ലാസ് മാഷ് അത് പറഞ്ഞു കൊടുക്കണോ? അതെ, നമ്മുടെ എസ് ഐ ഇല്ലേ ശീതളൻ സാറ്, പുള്ളി ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്, മറ്റേ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്. അല്ല അപ്പൊ പിന്നെ ഈ സ്റ്റേഷന്റെ കാര്യമൊക്കെ ആര് നോക്കും? ഇയാള് ക്ലാസ് എടുക്കാൻ നടന്ന? അതല്ല മന്മേട്ടാ, നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് പോയാലേ കൂട്ടുകളൊക്കെ കൂടിയിട്ട് കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ നമ്മള് രക്ഷകർത്താക്കൾക്കുള്ള ഒരു ബോധവൽക്കരണം. അല്ല അത് നിങ്ങൾ അങ്ങനെ വഴിതെറ്റി നടക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളെ വിളിച്ചാ പോരെ? എന്റെ മോനൊക്കെ ഡീസന്റാ. അതല്ല, ഈ ക്ലാസ്സിൽ കുത്തിരുന്നാല് ഞമ്മക്കൊരു ബോധവൽക്കരണം കിട്ടുമല്ലോ എന്തായാലും. അതെ, എന്താ പറയണു?
സുമേഷ് ചേട്ടാ എന്താ പറയുന്നു? സുമേഷ് ചേട്ടന്റെ തീരുമാനം. അതെ അവിടെ ചായം പടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനം അവിടെ കിട്ടോ? ഇത് കിട്ടുമോ? കിട്ടൂല. എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കും, നമുക്ക് ഇവിടെ കൂടാം. പറഞ്ഞു വന്നാൽ ഇങ്ങനത്തെ കളിക്കണേ നമുക്ക് അറിയാൻ പറഞ്ഞത് ഇതിലെന്താ അറിയാമോ? ഇത് മിക്സറാണ്, മിക്സർ. ആറാമില്ല. അപ്പൊ ഒന്ന് വന്ന് കുത്തിരുന്നൂടെ ക്ലാസ്സിൽ? നിങ്ങൾക്ക് ഇപ്പൊ വേറെ പരിപാടിയൊന്നുമില്ല, ഇവിടെ കുത്തിരിക്കും, നമുക്ക് ഇതങ്ങ് അടിച്ചു പൊളിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ലവാ. ഒരു കുപ്പി ഇപ്പൊ വരും, ഒരു കുപ്പി ഇപ്പൊ വരും. അല്ല ചേട്ടൻ ആ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയ ആളല്ലേ? നാണമില്ലേ ചേട്ടാ ഈ വാക്കൊക്കെ? ഇയാൾ എന്തിനാ നാണിക്കുന്നത്? ഈ ഇരിക്കുന്നവരൊക്കെ ആരാന്നറിയാമോ? ഇതൊരു വലിയ കലാകാരനാണ്. ഞാൻ 10-35 കൊല്ലത്തെ പ്രവാസി. പിന്നെ എന്താ ഒരു കുറവ് ഞങ്ങക്ക്? ശരി നടക്കട്ടെ. നിങ്ങൾ നാട് നന്നാക്കണേ. നമസ്കാരം കഴിഞ്ഞിട്ട്. സുഗു, എന്താ ശ്യാമേ? ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളേ. എനിക്ക് ഇന്നൊരു മീറ്റിംഗ് കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. സുഗു, എന്താ ഇത്? എന്ത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് ഹെയർസ് ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിക്കരുത്. ഫംഗ്ഷനൊന്നും പോവാല്ലോ, ഞാൻ ഇവിടെ തന്നെ അല്ലേ. ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്താ വൃത്തിയായിട്ട് നടന്നൂടെ? ഞാൻ ഉപയോഗിച്ചതിന്റെ ബാലൻസ് അവിടെ ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് അങ്ങ് തേക്കണം. സമയം കിട്ടുമ്പോ തേക്കാം. പുറത്തു പോകാനില്ല, അപ്പൊ ഇന്ന് പുറത്തൊന്നും പോണില്ലേ? അയ്യോ മാർക്കറ്റ് പോണ്ടേ? പിന്നെ പോണ്ടേ? നെയ്മി മേടിക്കാല്ലേ? എന്റെ അമ്മേ, നെയ്മീൻ കഴിച്ച് മടുത്തു. ചെമ്മീൻ മേടിച്ചോ, അതാകുമ്പോ ഒരു റിലാക്സേഷൻ ഉണ്ട്. പോയിട്ട് വരട്ടെ, ബൈ. ആരുടെ എടുത്തി? തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ എടുത്തി തന്നെ വിളിക്കരുതെന്ന്. അല്ല ഞാൻ പ്രായം കൂടിയൊരു ബഹുമാനിക്കണല്ലോ നമ്മള്. അതിന് എന്റെ ശ്യാമിന് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. അല്ല മൊയ്തുക്കയുടെ സംസാര ഭാഷയാണ്, അതൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടാണ് തിരക്കിട്ട് പോവുക. അതെ അതെ, തിരക്കുണ്ട്. നീ വയ്ക്കും. അല്ല ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോവാം. നമ്മുടെ SI ഇല്ലേ ശീതളൻ സാറ്, പുള്ളി നമ്മുടെ മക്കളൊക്കെ ഒന്ന് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട്. അതിന് എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? ഇവിടെ ഇങ്ങക്കൊരു കുട്ടിയില്ലേ? നമ്മുടെ മോനെ കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളെ കുറിച്ച്? നിങ്ങൾ ഈ കാണുന്ന സർക്കിളിലെ കുട്ടികളെ പോലെ അല്ല ഞങ്ങളുടെ മകനെ ഞങ്ങൾ വളർത്തുന്നത്. അവനെ ഈ ടൗണിലെ ഏറ്റവും ടോപ്പ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാ. MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് അവൻ. ഞങ്ങളുടെ മകനായതുകൊണ്ട് പറയില്ല, ഭയങ്കര ജീനിയസ് അവൻ. അതല്ല ഈ കുട്ടികൾ വഴിതെറ്റി പോണതിനെ കുറിച്ചായിട്ടാണ് SI ക്ലാസ് തരുന്നത്. നല്ല ക്ലാസ് ആണ്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാലുള്ള കോൺസിക്വൻസസ് എന്താണെന്നും പാരന്റ്സിന്റെ ഒരു പെയിൻ എന്താണെന്നും ഒക്കെ നിങ്ങളുടെ ഈ SI ഉണ്ടല്ലോ, അയാളെക്കാളും നല്ല വൃത്തിയായിട്ട് ഞങ്ങളുടെ മകൻ അറിയാം. നിങ്ങളുടെ SIക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മകനോട് ചോദിച്ചു. അല്ല ശ്യാമലടുത്തേക്ക് മേഡത്തിന് തിരക്കാണെ പോയിക്കോട്ടെ, നിങ്ങൾക്ക് പോന്നൂടെ? ഞാനേ സുഗു അറിയാലോ, മാർക്കറ്റ്, ചെമ്മീൻ, അത് തന്നെയല്ല എനിക്കൊരു ഗ്രീൻ ആപ്പിൾ മേടിക്കണം. ഓക്കെ, മറക്കോ? ഇല്ല, ഞാൻ വരാറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ചിമ്മിൻ കള്ളാണല്ലോ, അത് നടക്കട്ടെ. ഞങ്ങൾ പോവാം. ശരി താൻ. ശരി. ഇങ്ങനെ ഒരു പെൺകോന്തനട്ടോ മൂപ്പര്. മണി സമയം പറഞ്ഞാണ്, മണി 10 നമ്മൾ തന്നെ വൈകില്ല. ഒരൊറ്റ ആളെ പുറത്ത് കാണുന്നില്ല, അകത്ത് കയറിയിരിക്കണ്ടാവും. നമ്മൾ തന്നെ വൈകിയാലെങ്ങനെ? ഒന്ന് സമയത്തിന് വില ഉണ്ട്, നമ്മൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ ഒരു കൃത്യനിഷ്ഠ വേണം. എനിക്ക് ഇതല്ലേ സാറേ സമയം പറഞ്ഞില്ലേ? സമയം കറക്റ്റ് പറഞ്ഞതാ. എന്ത് കറക്റ്റ് പറഞ്ഞതാ? ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വേണ്ടോ സാറേ? ഒരൊറ്റാളെ കാണാനല്ലോ ഇവിടെ. ആ മൊയ്തൂടെ സാർ ആൾക്കാർ ഇപ്പൊ എത്തും. സാറേ ഇരിക്ക്. ഇതൊരു നാണം കെട്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. സാറേ ചായക്കോ സാറിന് ഇഷ്ടപ്പെട്ട പരിപ്പെടുക്കും പറയട്ടാ. എടോ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് സാർ. എന്താ വിളിക്കേ? മൊയ്തു വിളിക്കാം. മൊയ്തു 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 വരും സാർ, വരും. സന്തോഷം. ഇന്ന് തന്നെയാണല്ലോ അല്ലേ പറഞ്ഞ ദിവസം? ആളുകൾ എവിടെ? സാർ അത് പിന്നെ ഇവിടെ റെസിഡൻസിന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ്. അല്ല സാർ, അങ്ങനെയല്ല. ഇവിടെ ഒരു മരണം നടന്നിട്ടാ. ആരാ മരിച്ചത്? അത് പിന്നെ റെസിഡൻസിലെ പ്രസിഡന്റ് ഉണ്ട്, അബ്ദുള്ളഖാന്റെ എളാപ്പന്റെ കുട്ടീന്റെ ഭാര്യന്റെ ആങ്ങള.
എവിടെ മരണ വീട് എവിടെ? അത് ഇവിടെ ഒരു 36 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടുത്തെ റെസിഡൻസി അസോസിയേഷന്റെ പ്രസിഡന്റ് മരിച്ചത് 36 കിലോമീറ്റർ അപ്പുറം. അല്ല, അത് ഒരു തറവാട്ടിലേക്ക് കൊണ്ടുപോയതാ. നിങ്ങൾ ആരോടെ സംസാരിക്കണം എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം കേട്ടോ. സാർ പറ്റിപ്പോയതാ സാറേ. സാർ സത്യം പറഞ്ഞാൽ ഈ ക്ലാസ്സിന് വരാൻ ആർക്കും താല്പര്യമില്ല. പിന്നെ എനിക്കാണ് താല്പര്യം. കൊറേ പറഞ്ഞു നോക്കി സാർ, ആരും വന്നില്ല. ചായം പടയുണ്ടെന്ന് പറഞ്ഞു നോക്കി, എന്നിട്ടും വന്നില്ല. സാറാണ് ക്ലാസ് എടുക്കുന്നു പറഞ്ഞോ? ഓ, അവൻ പറഞ്ഞു. അതെ, ഇവിടെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കല്ലേ ഞാൻ. ഇതുപോലെ പല സ്ഥലങ്ങളും ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെ, അതുപോലെ ആക്കി തീർക്കാനാ ഉദ്ദേശം? അല്ലല്ല, എല്ലായിടത്തും സാറിന്റെ ക്ലാസ്സൊക്കെ ഭയങ്കര ആളാന്ന്. അവസാനം ആൾക്കാർ പിരിഞ്ഞു പോകുന്നില്ല, ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു പിരിഞ്ഞു പോവാൻ. അതെ, ഇവിടെ ഇപ്പൊ ഈ ആളുകൾ വരാൻ എന്താ മാർഗം? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പിരിച്ചുവിടെ എന്താ നിങ്ങളുടെ തീരുമാനം? എന്താ അത് പറ. ക്ലാസ് വേണം സാർ. എങ്ങനെ കസാരനോടോ? അല്ല, അതല്ല സാർ, ഇവിടെ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ലോബി വല്ലാണ്ട് ഉണ്ട്. എന്നിട്ട് എന്താ നിങ്ങൾ പോലീസിൽ അറിയിക്കാത്ത? അല്ല, അത് പേടിച്ചിട്ടാണ് സാറേ. ആരെ പേടിച്ചിട്ട്? അല്ല സാറേ, എന്റെ ലോബികളെ എടാ, ഇതാരാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അത് സീക്രട്ട് ആയിരിക്കും, അത് ഞാൻ ഉറപ്പാണോ? നിങ്ങൾ ധൈര്യമായിട്ട് പറ, ഞാനല്ല പറഞ്ഞേ. പറ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലാതെ കോഫിയുടെ പറ. ഉണ്ണി, ആ സാർ. ആ ശരി, ഓക്കെ. എന്താ കൂട്ടണത് അടക്കി ഒറ്റ വീണ് ചത്തുപോകുന്ന അതിനകത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് മാറടാ പിശാശേ. എന്ത് കാണിക്കണ എന്താണ് നിനക്ക്? എന്താന്ന് ആ എന്താടാ വാബ? ആ ഏതാ പുതിയ ആൾക്കാര്? ഇവര് രണ്ടുപേരും എന്റെ കൂട്ടുകാരാട്ടാ. ആ ഇവർക്ക് സാധനം വേണം. ആ എന്താ കൊടുക്കാലോ? ഇവർക്ക് പക്ഷെ ഇവന് ഒരുത്തിനും പേടിയാണ്. ആർക്കാ പേടി? അതിന് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവനെ തന്നെ നോക്ക്. ഇവൻ ഇവിടെ വരുന്ന സമയത്ത് വെറും മണഗുണാഞ്ചനായിരുന്നു. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ കോളേജ് സ്റ്റാറല്ലേ? നിങ്ങൾക്ക് ആവണ്ടേ? ആ അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് വിട്ടോ. അങ്ങോട്ട് പോകും. നീ ഇങ്ങോട്ട് വാ. അല്ല, അത് എന്താണ്? അവരാദ്യം വരുന്ന ആളുകളല്ലേ? അല്ല, ഞാൻ അതെ അല്ലേ? അതെ അവിടേക്ക് അതെ നിനക്കെന്താ നീ വേണ്ട? മറ്റേ കൂടിയ സാധനം വേണം. അതെ കൂടിയാണ്. ആ അപ്പൊ ഒരു കാര്യം ചെയ്യ, പൈസ എടുക്കും. പൈസ ഇല്ല കേട്ടോ, അത് എന്റെ ഇപ്പൊ ക്യാഷ് ഇല്ല. ഞാൻ പിന്നെ തരാം. പിന്നെ തരാന്ന് പറഞ്ഞ എങ്ങനെടാ? ഇല്ല കേട്ടോ, പൈസ ഒട്ടുമില്ല എന്റെ കയ്യില്. എന്നാ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ 4 ആളെ ഇവിടെ കൊണ്ടുപോവാ. അത് ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യാം. ആ നടന്നു. ആയിക്കോട്ടെ. ബാക്കി പിന്നെ ചർച്ച ചെയ്യാം. എവിടെ പോണേ? നീ എവിടെ പോണേ? നീ അഭ്യാസം എടുക്കല്ലേ? നടക്ക്. അതെ, ബാഗ് നടക്ക്. അന്ന മാനേജറെ കാണിച്ചിട്ട് വേണം സ്കൂളിൽ പോയി. അപ്പോഴേ കട ബെല്ലടിക്കൂ. എന്റെ മൊയ്തു സാറേ, ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകര് ഡിവിഷൻ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പ്രശ്നം നടക്കരുന്ന്. അപ്പൊ എനക്ക് പണി കിട്ടുവാ. ബേജാരോണ്ട് കുഞ്ഞേ,
അയാള് സർക്കാരിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്. അയാൾ വിചാരിച്ച പുഷ്പം പോലെ നമുക്ക് പണി കിട്ടൂ. കച്ചവടം തന്നെ. ഇങ്ങനെ ഒരു ആചാരം ഈ അടിയും കണ്ടിക്കണോ? ഏതാചാരം? എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരാണെങ്കിൽ മാനേജർക്ക് കൊടുക്കേണ്ട ലക്ഷങ്ങളാ. ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണാരാ? സർക്കാരും. അല്ലല്ല, ഞാൻ അതല്ല എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, ഈ അമ്മ ഇല്ലാത്ത പൈസ കടം മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ സ്കൂളില് പൈസ എല്ലാം കൊടുത്തിട്ട് പണി കിട്ടിയാലേ പെട്ടെന്ന് പണി പോയാലും എന്ത് ചെയ്യല്? അങ്ങനെ എന്തിനു ബേജാറുള്ളത്? അങ്ങനെ പണി പോയാൽ ചെല്ലാനുള്ള സ്ഥലമല്ലേ നമുക്ക് സർക്കാർ സ്കൂൾ, അതിന്റെ വാതിൽ തുറന്നെടുക്കല്ലേ. അതെയാ? എന്നാ ആദ്യം എനിക്ക് ഗവൺമെന്റ് പണി മതിയായിരുന്നു. മുണ്ടാണ്ടോടെ കുത്തിരിക്ക. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർ വരെ വെറുതെ കുത്തിരിക്കുക. പിന്നെയാണ് എനിക്ക് പണിയിട്ടുള്ളത്. അല്ല സാറേ, മാനേജർ സാറേ, മാനേജർ സാറേ, എന്തേ? എന്റെ ജോലിയുടെ കാര്യം. അത് നടക്കൂലെന്ന് നിങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, സാറിനെ വിളിക്കും. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഈ പറയണ. സുധാകരൻ മാഷ് മരിച്ചിട്ട് ഇപ്പൊ 2-3 മാസമായി. സത്യൻ സാറാണ് സ്കൂളിന്റെ കാര്യങ്ങൾ പഠിച്ചു വരണേ ഉള്ളൂ. ആ പഠിച്ചു വരുമ്പോ എന്റെ കാര്യം മറക്കാതിരിക്കാനാ ഞാൻ വന്നത്. മുൻ മാനേജറായിരുന്ന സാറിന്റെ അച്ഛന്റെ കയ്യിൽ നിങ്ങൾ കാശ് കൊണ്ടെന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിക്കണ്ട, മാനേജർ സാറിനെ വിളിക്കേ. സത്യൻ സാറേ, സത്യൻ സാറേ, ആ പൈസ തന്നെന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള ഇവിടെ കിടന്ന് വന്ന് ബഹളം ഉണ്ടാക്കണ്ട്. ഒന്ന് വന്നേ. എന്താണ് കാര്യം? നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ജോലിക്കാര്യം നടക്കില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? സാർ നടക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ 1-2 രൂപയല്ല 15 ലക്ഷാ കൊടുത്തത്. കാര്യങ്ങൾ ഇപ്പൊ ആര് പറഞ്ഞില്ലേ? അയാളോട് എനിക്കൊന്നും പറയാനില്ല. എന്നാ നിങ്ങൾക്ക് എന്റെ സ്കൂളിൽ ജോലിയില്ല. ഞാൻ ഇത്രയും പൈസ അങ്ങോട്ട് എണ്ണി കൊടുത്തതല്ലേ? എന്റെ പൊന്നു കൊച്ചെ, എന്റെ അച്ഛൻ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അച്ഛൻ പൈസ വാങ്ങിച്ചിട്ടില്ല, അതിന്റെ ഒരു രേഖകൾ ഇവിടെ ഇല്ല. ഇത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞല്ലേ? റെസീറ്റ് വല്ലതും തന്നിട്ടുണ്ടോ? റെസീറ്റ് അടിച്ച് പിരിക്കാൻ വേണ്ടി ഇതെന്താ കാവടിയാണ്? കാവടിയാണ്. ഈ വക ആളുകളാണ് അധ്യാപകരാവാൻ വേണ്ടി വരുന്നത്. സാറ് ഗതി കെട്ടിട്ട് പറഞ്ഞു പോണതാ. ഒരാഴ്ചക്കുള്ളിൽ 15 ലക്ഷം സാറിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ വീട് വരെ പണയം വെച്ചിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുത്തത്. നോണ പറയരുത്. നോണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ആ പൈസ മുഴുവൻ നിങ്ങൾ തിന്നിട്ടുണ്ടാവും. നിങ്ങളൊരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത് കേട്ടാ. ഇനി മേലാൽ ഇവിടെ ഒന്ന് ഷോ കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോ. ഇല്ല, ഞാൻ പോണില്ല. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങി ചാവും. എന്റെ പൊന്നു കൊച്ചെ, എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യ. ഈ വക ഷോയും കാണിച്ച് ഇനി എന്റെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാൽ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇവനുണ്ടല്ലോ ഈ പ്യാരി, ആളൊരു പൊട്ടനാണെങ്കിലും ബാഹ മെനകെട്ടവനാണ്. സാറേ, എനിക്ക് വേറൊരു വഴിയില്ല. നിന്നോട് ഞാൻ എന്താ പറഞ്ഞ? പോകാൻ പറഞ്ഞില്ലേ? പിന്നെ ഒരു മയത്തിലൊക്കെ നിന്നോളണേ. മൊയ്തി പറഞ്ഞ പോലെ വേറെ ആളുകൾ വരുന്നുണ്ട്. പൊക്കോ. ഇതിപ്പോ ജോലിയില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയാ സാർ? സാറ് പറഞ്ഞല്ലേ ഇറങ്ങി പോവാൻ. അതെ, കാഴ്ച വെക്കാൻ കൊണ്ടുവന്ന കാഴ്ചക്കോലയാ, അങ്ങോട്ട് വെച്ചു കൊടുക്കണോ? എന്താ മൈത് മാഷെ, കൊലക്കുന്നൊരു എടുപ്പില്ലല്ലോ. ആകെ ചോദിച്ചത് നിങ്ങളെ പോലെ തന്നെയാണ്. നന്നായിട്ട് പഴുത്തിക്കണം. അതാ പ്യാരി എടുത്തു. അല്ല മാഷ് കണ്ടിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ പാസ്സാവാൻ ആഗ്രഹമുള്ള ആള്. നിങ്ങൾ എന്തുവരെ പഠിച്ചു? TTC പാസ്സായി സാറേ. പാസ്സായി. TTC എങ്കിലും പാസ്സാവണം. അല്ല, ആളിങ്ങനെ നിക്കണ നോക്കണ്ട കേട്ടോ. സാറാണ് എനർജറ്റിക്കാ. നിങ്ങൾ ഉഷാറാണ്, എനർജറ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചറുടെ കാര്യമൊന്നും പറയണ്ട. കണക്ക് ടീച്ചറോ? ആ കണക്ക് ടീച്ചറിന് അതിന് കണക്ക് കൂട്ടാനും അറിയില്ല, കിഴിക്കാനും അറിയില്ല, ഹരിക്കാനും അറിയില്ല. കുട്ടികൾ മുഴുവൻ പരാതി പറയാണ്. എന്തിനാ ഒരു കണക്ക് കൂട്ടണത് ഹരിക്കണമൊക്കെ? മറ്റുള്ള ടീച്ചർമാർ തെരുവിക്കാട് 3 ലക്ഷം റുപ്യ കൂടുതൽ തന്നില്ല. ഒരു ഇതിലെ കണക്ക് കൂട്ടണേ നടമ്പയ.
നല്ല പോയ നാടനാ. നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ എന്തിനാ എടുക്കണത്? അല്ല ഞാൻ ഓനൊന്നും തിന്നാൻ വിളിച്ചിട്ട്. പിന്നെ ഇവൻ ഇവൻ മാസ് മാത്രല്ല കേട്ടോ, ഇവന് കുറച്ച് കലാപ്രവർത്തനമൊക്കെ ഉണ്ട്. സർവ്വശേഷിയെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ മാഷാവാൻ പോണ ആളല്ലേ, ഒന്ന് ഉഷാറായിട്ട് പറ. കുട്ടികളുടെ കലാ കായിക സാംസ്കാരിക പരിപാടികളിൽ ഒരു എനർജറ്റിക് ആക്കും. എന്നാ ആ കലയും കൊലയൊന്നും എന്റെ സ്കൂളിൽ വേണ്ട. വേണ്ട. കുട്ടികൾക്ക് 100% മാർക്ക് വാങ്ങി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് എന്റെ സ്കൂളിന് വേണ്ടത്. പക്ഷെ എന്റെ സ്കൂളിൽ ഇല്ലാത്തത് അതാണ്. അതുപോലെ ഈ തലയൊക്കെ വെട്ടിക്കളയണം കേട്ടോ. അയ്യോ തലയല്ല, മുടി വെട്ടാനാ പറഞ്ഞേ. ഓൻ അതും ചെയ്യും പോയിട്ട്. ഈ ഡ്രസ് കണ്ട, ഇതൊക്കെ ഭയങ്കര ബോറാണ്. കുപ്പായൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനത്തെ നല്ല കുപ്പായൊക്കെ ഇടുക മാസമാരല്ലേ. അത് ചെയ്യാം സാറേ. പിന്നെ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. ഞാൻ ഇങ്ങോട്ട് രാവിലെ വരുമ്പം അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞിന് ഞാൻ തരുന്ന പൈസ എന്തെങ്കിലും കുറക്കാൻ പറ്റുമോന്ന്. ഞാൻ തരണല്ലോ പൈസ കുറെ, പണിക്ക് വേണ്ടി തരുന്ന പൈസ, അതിന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അമ്മമാരല്ലേ ചോദിക്കുമല്ലോ. പ്യാരിയെ ആ കൊലയനെടുക്ക്, എന്നാ ആ കൊലയനെടുക്ക്, ഇവർ കൊടുക്ക്. വേണ്ട സാറേ, ഒന്നും കുറക്കണ്ട, ഒന്നും കുറക്കണ്ട സാറേ. പണി വേണം. അമ്മ എന്തല്ലോ പറയൂ അങ്ങനെ. നോക്കണ്ട സാർ. ഓന്റെ ജീവിതം കൊണ്ടോ ഓന്റെ ജീവിതാഭ്യാസമാണ് മാസാകുന്നത്. അതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഓനെ ഇവിടെ 2 ദിവസം ഇവിടെ നിർത്തിക്കലോ, നന്നായിട്ട് പണിയെടുത്തോളൂ. മാഷന്മാരാവാൻ വന്ന 3-4 പേര് ഇവിടെ തന്നെ ഉണ്ട്. ആ തോട്ടത്തിൽ കൂടെ തേരാപാരാ നടക്കണു, കൊത്താനും കളക്കാനും ഒക്കെ ആയിട്ട്. അതിനും കൊള്ളൂല. അപ്പൊ പിന്നെ പൈസ ആയിട്ട് എങ്ങോട്ടാ വരണ്ടേ? നീ പൈസ ആയിട്ട് ഇവിടെ വന്നാൽ മതി, സ്കൂളിലേക്ക് പോകണ്ട. അല്ലെങ്കിൽ ഞാനും ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്ത് മാഷ് ഉണ്ടാവും. കൊണ്ടുകൊടുക്കാം കേട്ടോ. പൈസ കൊണ്ട് വരുമ്പോ 2 കൊലയും കൂടി കൊണ്ടുപോകും. ഒരു അനുഗ്രഹം വേണമായിരുന്നു. ഓനൊരു അനുഗ്രഹം മേടിക്കണം. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അതൊക്കെ മുപ്പര് വിചാരിച്ചോളൂ. എന്നാ പിന്നെ ഞങ്ങളോട് ഇറങ്ങാം. ആയിക്കോട്ടെ. ശരി. അല്ല സാറേ, ഇവന് കൊടുക്കാന്ന് പറഞ്ഞ പോസ്റ്റല്ലേ നമ്മൾ മണ്ടോതിരിക്ക് കൊടുക്കേണ്ടത്? അല്ല പ്യാരി, മണ്ടോതിരിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് നമ്മൾ ഇവന് കൊടുക്കണത്. മണ്ടോദരി അച്ഛൻ്റെ അടുത്ത് കൊടുത്ത പൈസ എത്രയാണ്? 15 ലക്ഷം. ഇവൻ നമുക്ക് തരുന്നത് എത്രയാണ്? 25 ലക്ഷം. അപ്പൊ നമ്മൾ ആർക്ക് കൊടുക്കും? അപ്പൊ ഇവന് കൊടുക്കണം. അല്ല സാറേ, അപ്പൊ ഇവനിലും കൂടുതൽ ആരെങ്കിലും തന്നാലാ? അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഇവന്റെ കാര്യോ? ഇവന്റെ കാര്യം ഗോവിന്ദാ, ഇതൊരു കച്ചവടല്ലേ, കച്ചവടം ലാഭം വേണ്ടേ? അത് വേണം. അതാണ്. ഇടുക്കിയിൽ പ്രഖ്യാപിച്ച് എന്ത്? കോട്ടയത്തിനും കിട്ടി. എന്തെത്താ കിട്ടിയെന്ന് പറയും. എന്താ ഇടുക്കിക്ക് കോട്ടയത്തിന് കിട്ടിയത്? പക്ഷെ അവിടെയൊക്കെ കളക്ടർ മറ്റേ മഴ കാരണം അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രഖ്യാപിക്കാത്ത? അതിന് നമ്മളെ ജില്ലയിൽ മഴയില്ലല്ലോ ടീച്ചറെ. നമ്മുടെ ജില്ലയിൽ മഴയില്ലാത്ത നമ്മുടെ കുഴപ്പമാണ്. അയ്യോ കഷ്ടാട്ട ടീച്ചറെ കാര്യം. സാധാരണ കുട്ടികളാണ് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിൽ റേഡിയോയുടെ മുമ്പിലൊക്കെ ഒന്ന് ഒഴിവുണ്ടോ നോക്കിയിരിക്കുക. ഇത് ടീച്ചർമാരുടെ എങ്ങനെ കുട്ടികളുടെ കാര്യം എന്താ? അതെ, വേണമെങ്കിൽ കലക്ടറുടെ നമ്പർ തരാം, വിളിച്ചു വെച്ചോക്കെ ഒന്ന് ഒഴിവ് കിട്ടുമെന്ന്. അല്ല ടീച്ചറെ, എന്തിനിപ്പോ ലീവ് ഇട്ടിട്ട് പെരെ പോണം? ഇവിടെ ഇരുന്നാ പോരെ. വൈകുന്നേരം ഇന്റർവെല്ലിൽ നിന്ന് ബെല്ലടിക്കട്ടെ, പൈമ്പരിയാൻ പിടിച്ചു. എന്തൊരയക്, എന്തൊരു ഭംഗി, എന്തൊരയകാണ്. മാഷേ, മാഷേ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ? ഹിസ്റ്ററി. അപ്പൊ ഇതേതാ? ഫിസിക്സ്. മാഷ് എന്താ എന്റെ കുട്ടികൾക്ക് ഞാൻ എടുക്കണ വിഷയം എടുത്ത് മാർക്ക് ഉള്ളത്? മാഷിന്റെ പുസ്തകം നോക്കിയാ പറയാം. അല്ല, രാഘമാഷ് ഫിസിക്സിന്റെ പുസ്തകം എടുത്ത് നോക്കിയാ? എന്തെട്ടാ മാസം 10 വാങ്ങിങ്ങക്ക്? അപ്പൊ എന്റെ പുസ്തകം ഞാനിവിടെ വെച്ചത്. പുസ്തകം കേട്ടോ. ഇത് മാനേജർക്ക് പുതിയ പൈസ ഇട്ടുള്ള വയ്യ അയക്കണേ. അല്ല, മാഷക്ക് ഫിസിക്സ് നോക്കറിയോ? എന്തേ? അല്ല, അങ്ങനെയാണെങ്കിൽ മാഷ് ഇത് മാർക്ക് കിട്ടും, എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം. ആവില്ലേ ഇങ്ങെടുക്കാം. അല്ല, ടീച്ചർക്ക് അടുത്ത പീരീഡ് ക്ലാസ് ഇല്ലേ? പിന്നില്ലാണ്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല. അതെ, 10ാം ക്ലാസ്സിലെ മാഷേ. അതിന് മാഷെ പിള്ളേരുടെ ബയോളജിയിലെ സംശയം കേട്ടിട്ടുണ്ടെങ്കിൽ പേടിയാവും. എന്താ ചോദിക്കണേ? എന്താ ടീച്ചർ പറയണത്? അല്ല, ടീച്ചർക്ക് ബയോളജി ക്ലാസ് പോവാൻ പേടിയാണ്. കുട്ടികൾ വല്ലാണ്ട് സംശയം ചോദിച്ചാൽ മാഷ് ഇതിൽ ഏതിനൊക്കെ ഈ മാർക്ക് ഇട്ടേക്കണ്? ഇതിങ്ങനെ വിട്ടു ഇടുമ്പോഴെങ്കിലും അറിഞ്ഞൂടെ? ഉച്ചക്ക് എന്താ കൊണ്ടുവന്നത്?
ഉച്ചയ്ക്ക് മീമപ്പാസ് ഉണ്ട്. മീനോ? എനിക്ക് കോഴിട്ട് പുങ്ങിയതാ. എന്ത് കോഴിട്ട? കോഴിമുട്ട. സാർ എപ്പോഴും ഭയങ്കര തമാശയാണ്. അല്ല സുധമാശ നമ്മളെ PT മാസം എവിടെ പോയി? മന്മഥ മാഷ അങ്ങോട്ട് പുറത്തേക്ക് പോയാലോ, കുട്ടികൾക്ക് എന്തോ പുതിയ ഗെയിം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പുതിയ ഗെയിമോ? ആ അതിന്റെ അതാ പയ്ക്കോ അറിയാത്തത്. എന്നാലും എന്തായിരിക്കും മുഹമ്മദ് മാഷ പുതിയ ഗെയിം? ഞാൻ പോട്ടെ മാഷ. എവിടെ പോണം? അല്ല അവിടെ 2 പീരീഡ് ആയി ക്ലാസ് തുടങ്ങിയിട്ട്. 2 മണിക്കൂർ മാഷ് പഠിപ്പിച്ചില്ലേ? ഇനി 1 പീരീഡ് റെസ്റ്റ് എടുക്കും. അല്ല മാഷെ, കുട്ടികളോട് വെയിറ്റ് ചെയ്യല്ലേ? മാഷേ, ഈ കുട്ടികൾ അവിടെ ഇരുന്നോളൂ, അവർക്ക് കുറച്ച് സമയം മാഷ് സമാധാനം കൊടുക്ക്. എന്റെ മാഷേ, ഇത് ലോക്കൽ കളിയല്ല, ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിന് പറ്റിയ കളിയാണ്. ഏതീ പാമ്പ് കൂടി? എന്താ മാഷ പറയുന്നത്? അതെ, കെമിസ്ട്രി മാഷിനെ പറ്റി ഒരു പരാതി പറഞ്ഞുണ്ട്. മാഷ് കുട്ടികളെ മണ്ടത്തരങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന്. ആര് പറഞ്ഞു? ഞാനല്ല, രക്ഷകർത്താക്കൾ പറയുന്നു. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2 വർഷമായില്ലേ. അതുകൊണ്ട് മാഷ് കൊടുത്ത് ഫിസിക്കൽ ട്രെയിനർ അല്ലേ? ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കളി പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. ഇപ്പൊ നോക്കിയാൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള ഇങ്ങനത്തെ കളികളായിരിക്കും. പാമ്പും കോണി, ലുഡു, ചെസ്, കാരംസ്. അത് മാഷെ, അതിന് കാര്യമുണ്ട്. കുട്ടികൾ ആദ്യം ഇതൊക്കെ കളിച്ച് നല്ല ഇരുത്തം വന്ന് നല്ല കുട്ടികളായി മാറണം, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം മറ്റേ കളികൾ പഠിപ്പിച്ചാൽ മതി. ഇരുത്തം വന്നിട്ട് ട്രെയിനിങ് ആവാനുള്ള ഒരു കളിയും കൂടി ഇനി കുറവുള്ളൂ. ആ ചീട്ടുകളി കൂടി പഠിപ്പിക്കും. അത് കൊള്ളാം, നല്ല കളിയാണ് കേട്ടോ. ബ്രെയിൻ മാഷെ, മാഷെ പോലെ കളിച്ചിട്ട് പോവാം. മാഷെ ലഡു അല്ല ലുഡു കൂടെ ഉണ്ട്, അത് കളിച്ചിട്ട് പോവാം. എന്തൊരു മാഷാണ്. ഇപ്പൊ ആരെ കൂടെ കളിക്കും? ആരെങ്കിലും തപ്പിട്ട് വരാം. അവിടെ കൂടാ അത് ഒഴിവാക്കി. എല്ലാം ക്ലാസ്സിന് വെളിയിലാണ്, ഒറ്റ എണ്ണം ക്ലാസ്സിൽ കയറില്ല. ഇതുള്ളതുകൊണ്ട് എല്ലാം കയറിപ്പോയി. സാർ ഇങ്ങനെ എല്ലാ ദിവസവും കിടന്ന് ഓട്ടവും ചാട്ടവും എക്സസൈസും ഒക്കെ ചെയ്യേണ്ടത് വണ്ണം കുറയണില്ലല്ലോ. ആണ്, പള്ളയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഓട്ടവും ചാട്ടവും നടത്തുന്നത് വണ്ണം കുറയാനില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് എനർജറ്റിക് ആയിട്ടിരിക്കണം, എനർജറ്റിക് ആയിട്ട്. അല്ല മുഹമ്മദ് മാഷ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഇങ്ങനെ മണ്ടിപ്പിച്ചിട്ടു, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഒരു ട്രോഫി പോലും കിട്ടില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഈ സ്കൂളിൽ ഒരു പ്രൈസ് മേടിപ്പിക്കും. എങ്ങനെ? പക്ഷെ നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ സഹായം വേണം. അതിന്റെ മ്യൂസിക്കും വീട്ടിൽ തമ്മില് അതായത് ഈ പിള്ളേരെ ഉണ്ടല്ലോ അത്ലറ്റിക്സ്, അവരെ അത്ലറ്റിക്സിനെയൊക്കെ കൊണ്ട് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് നമ്മുടെ മ്യൂസിക് ടീച്ചറിന്റെ ഒരു 4 വരി പാട്ട് അതങ്ങോട്ട് കേൾക്കണതും പിള്ളേരെയൊക്കെ ഓടി രക്ഷപ്പെടൂലേ, അവരൊക്കെ മിടുക്കന്മാരായ ഓട്ടക്കാരായി മാറും. കുട്ടികൾ മാത്രമല്ല, മാഷുമാരും കണ്ടു. ആ പോണു PT മാസാ. പിന്നെ സ്റ്റോർ റൂമിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സാധനം കാണാണ്ടായിട്ടുണ്ട്. അല്ല അത് എന്ത് സാധനം കാണാതായത്? എന്ത് സാധനം പറ സുമേഷ് ചേട്ടാ? മുട്ട. മുട്ടയാണെങ്കിലേ അത് മൊയ്തു സാറായിരിക്കും. ദിവസം 2 പുഴുങ്ങിയ മുട്ട സാറ് തിന്നാറുണ്ട്. ഇന്നും കൊടുത്തിട്ട് കാണണം. സോറി സാറേ, നിങ്ങൾ മാണ്ടാത്ത വർത്താനം പറയുന്നുട്ടോ. നമ്മളെ പെരയിൽ നമ്മളെ സുബൈദൊക്കെ ഇടുന്ന മുട്ടാണ് നമ്മൾ കൊണ്ടുവരില്ല. സംശയം ചോദിച്ചു നോക്കി. ആ സാറിന്റെ വീട്ടിൽ മറ്റേ നാടൻ കോഴി എനിക്കറിയാവുന്നതാ. ആ കോഴിന്റെ മുട്ടയാണ്. അതാരായാലും ശരി, എടുത്തവരുണ്ടല്ല ഉച്ചക്ക് മുമ്പായിട്ട് അവിടെ കൊണ്ടുവച്ചേക്കണം. അല്ലെങ്കിൽ ഞാൻ മാനേജർ സാറിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. മുപ്പർ ഇന്നെ തന്നെയാണല്ലോ നോക്കി പറയണത്. മോദി സാറിന് മുട്ട ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പോർട്സിന്റെ ഒക്കെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് മുട്ടയും പാലും കൊടുക്കും. മുട്ടയും പാലും വേണ്ട, അങ്ങനെ വേണ്ട. നമ്മളെ പെരേന്ന് കോഴി എടുത്ത് മുട്ട തന്നോളൂ കേട്ടോ. അല്ല, എല്ലാരും കൂടി ഇന്റെ മേലെ കണ്ട് പാഞ്ഞു കയറുക. പക്ഷേ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഏതാ?
അല്ല ടി സിയുടെ കാര്യം എനിക്ക് മനസ്സിലായില്ല. പുതിയ ഡിവിഷൻ തുടങ്ങണ്ടേ നമുക്ക്? അല്ല സത്യസീത, ഞാനത് ശരിക്കൊന്ന് ആലോചിച്ചു. അത് അത്ര ശരിയായിട്ടുള്ളൊരു നിലപാടല്ല അത്. അല്ല 10-20 കുട്ടികൾ നമുക്കുണ്ടല്ലോ. ഇനിയിപ്പോ ഒരു 10-18 കുട്ടികളുടെ പേരെഴുതിയിട്ട് ടി സി ഉണ്ടാക്കിയിട്ട് നമുക്കത് റെക്കോർഡ് രേഖകളിൽ പോരെ. ഇപ്പൊ ഇത് ആരാ ഇതൊക്കെ നോക്കണെന്റെ മാഷ്? ഞാൻ ഇക്കണ്ട വർഷം കാലം ഇവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഒരു നിലപാട് ഇതുവരെ ഈ സ്ഥാപനത്തിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് സത്യശീലം പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാണ്. അപ്പൊ അതിനനുസരിച്ച് നിൽക്കാൻ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഈ കുട്ടികളുടെ ഈ ടി സി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ ഡിവിഷൻ തുടങ്ങാം. ഇപ്പൊ അവിടെ പുതിയ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കണത് എങ്ങനെയാണ്? ഇവിടെ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. 2 മാസം കൂടെ കഴിഞ്ഞ് എനിക്ക് അയാളെ പോസ്റ്റ് ചെയ്യണം. ഇവിടെ അതിനിവിടെ ഒഴിവ് വേണം. നിങ്ങളിപ്പോ ഈ കള്ള ടി സി എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അന്വേഷണം വന്നിട്ട് അത് ആരാണ് ഈ കുട്ടി, ഏതാണ്, അതിന്റെ ഫുൾ അഡ്രസ്സും ഡീറ്റെയിലും എടുക്കാൻ പറഞ്ഞു നിങ്ങൾ ഏത് കുട്ടീനെ ചൂണ്ടി കാണിക്കും? ഇവിടെ അങ്ങനെ ചോദിക്കാൻ വരില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. അത് നിങ്ങൾ നോക്കാൻ നിങ്ങൾ പറയണേ. എനിക്ക് ജയിലിൽ പോകാൻ പറ്റൂല. നിങ്ങൾ ജയിലിൽ പോകണ്ടെന്ന് ഞാൻ ഈ കാലത്ര. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ജയിലിൽ പോകേണ്ട യാതൊരു കാര്യം നിങ്ങൾക്ക് അത് എഴുതാക്കാൻ പറ്റുമോ? നിങ്ങൾ അത് പറ. ഇവിടെ അധ്യാപകരെ നിയമിക്കുന്ന പോലും തന്റെ അച്ഛനുള്ളപ്പോ ഇവിടെ അതിന്റെ എല്ലാ ഡീറ്റെയിലും മനസ്സിലാക്കിയിട്ട് അതിനോ യോഗ്യതയുള്ള അധ്യാപകരാണോ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ നിയമനം കൊടുത്തിരുന്നത്. അത് നിങ്ങൾ പറയരുത്. സത്യൻ സാറും ആളുകളും നല്ലോണം ഇയാൾ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കാനാണ്. തനിക്ക് എന്താണ് അറിയുന്നത്? തന്റെ പോത്തും കച്ചവടമല്ലേ ഇത്? ഓഫീസ് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ മാനേജറിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു കാര്യം പറഞ്ഞത് സത്യശീല, നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ കാശ് ലാഭത്തിന് വേണ്ടി കൊണ്ടുവരുന്ന പല അധ്യാപകർക്കും ഇവിടെ വേണ്ട രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വരെ സംശയമുണ്ട്. മാഷിന് ഈ ടി സി എഴുതി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത് അയച്ചു തരാനുള്ള സൗകര്യം ചെയ്തു തരാൻ പറ്റൂല്ലോ? അങ്ങനെ പറയല്ലേ. എനിക്കിതിന്റെ കാര്യഗൗരവം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്നെ പൊന്നു മാഷേ, ഇത് നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വരുന്നത്. അല്ലാതെ എനിക്ക് പി ടി മാഷോട് എന്ന് പറയാൻ പറ്റൂ? ഇത് എന്താണ് സത്യശീല? നിങ്ങൾ ഇതിന്റെ കാലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അത് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത എനിക്ക് വേണ്ടാന്ന്. അത് അങ്ങനെ പറയല്ലേ. എന്റെ സ്കൂളിന് നിങ്ങളുടെ സത്യസന്ധത വേണ്ട. അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കാൻ പറ്റൂ? ഞാൻ ഗവൺമെന്റ് ശമ്പളം കൂടി വെച്ചിട്ട് അനുവദിക്കണം. എനിക്ക് എന്തായാലും 2 മാസം കഴിഞ്ഞ് എനിക്ക് ഇവിടെ ആളെ പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇയാളെ ചവിട്ടിയാൽ എല്ലാവരും കൂലിയാണ്. എനിക്കിവിടെ ആളെ പോസ്റ്റ് ചെയ്യണം. ആ വിദ്യാർത്ഥികളോട് കൊണ്ടുപോയി ഞാൻ അതിനുള്ള ഇത് എഴുതി തരാം. ഞാനിത് പറയുന്നത് അത് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ പേര് ഞാൻ എങ്ങനെ എഴുതും? എഴുതണം. എനിക്ക് സൗകര്യമില്ല. ഒരു കാര്യം ഞാൻ മാഷോട് പറയാം. നാളെ ഞാൻ വരുന്ന സമയത്ത് ആ ലിസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ മാഷ് വരെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ മാഷ് രാജിവെച്ച് പൊക്കോണം. അത്രേ ഉള്ളൂ. കണ്ട കഴുതകളെ കൊണ്ട് കയറി വരും ഓഫീസിലേക്ക്. 10-15 വർഷം ജോലി ചെയ്ത സ്ഥാപനമാണ്. അർഹതപ്പെടാത്തതിന്റെ കയ്യിൽ കിട്ടിയ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ അല്ല. എന്തിനാ ഇരിക്കണത്?